നമസ്കാരം, ഞാൻ സിമി ജസ്റ്റോ. US വീക്ക്ലി റൗണ്ടപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്: ജനനി മാസികയുടെ സ്ത്രീജന്മം പുണ്യജന്മം എന്ന വനിതാ ആരോഗ്യ സെമിനാറിന്റെ വിവരങ്ങൾ, നാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഓഫ് അമേരിക്ക നൈനയുടെ 4ാമത് ക്ലിനിക്കൽ എക്സലൻസ് ആൻഡ് ലീഡർഷിപ്പ് കോൺഫറൻസിന്റെ വിശേഷങ്ങൾ, ഹ്യൂസ്റ്റൺ സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന്റെ വിശേഷങ്ങൾ, അമേരിക്കയിലെ നവരാത്രി ആഘോഷങ്ങളെ ആസ്പദമാക്കിയുള്ള അമേരിക്കൻ കാഴ്ചകളുമായി ആശ മാത്യു, പാലിയേറ്റീവ് കെയർ, ഹോസ്പിസ് കെയർ എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമായി ലൈഫ് ആൻഡ് ഹെൽത്തിൽ ഡോക്ടർ റോസ് വടകരയോടൊപ്പം ഡോക്ടർ കുർജിത് കപൂർ. ആശയത്തിലും അവതരണത്തിലും വ്യത്യസ്തത പുലർത്തിയ ജനനി മാസികയുടെ സ്ത്രീജന്മം പുണ്യജന്മം എന്ന വനിതാരോഗ്യ സെമിനാർ ഏറെ ശ്രദ്ധേയമായി. ഒക്ടോബർ മാസത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്, വേൾഡ് പാലിയേറ്റീവ് കെയർ ഡേ എന്നിവ ആചരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നടത്തപ്പെട്ട സെമിനാറിൽ പാലിയേറ്റീവ് മേഖലയിൽ ലോക പ്രശസ്തനായ ഡോക്ടർ MR രാജഗോപാൽ, ബ്രസ്റ്റ് ക്യാൻസർ കഥാതന്തുവാക്കിയ മഞ്ഞിൽ ഒരുവൾ എന്ന നോവലിന്റെ രചയിതാവ് പ്രശസ്ത സാഹിത്യകാരി നിർമ്മല തോമസ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. സെമിനാറിൽ റോക്ക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേറ്റർ ഡോക്ടർ ആനി പോൾ, പത്മശ്രീ ഡോക്ടർ ശോശാമ ഐപ്പ് എന്നിവരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂയോർക്കിൽ നിന്നും ജേക്കബ് ഇമ്മാനുവേൽ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഒക്ടോബർ മാസം USA നാഷണൽ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ജനനി മാസികയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ സാറ ഈശോ, ജെ മാത്യൂസ്, സണ്ണി പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടത്. പാലിയേറ്റീവ് കെയർ, ബ്രസ്റ്റ് ക്യാൻസർ എന്നീ വിഷയങ്ങളെക്കുറിച്ച് സെമിനാറിന് നേതൃത്വം നൽകിയ പാലിയം ഇന്ത്യയുടെ സ്ഥാപകൻ ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ സാറ ഈശോ എന്നിവർ സംസാരിച്ചു. ചെറുകഥാകൃത്ത് നിർമ്മല തോമസിന്റെ മഞ്ഞിലൊരുവൾ എന്ന പുസ്തകം ചടങ്ങിൽ പരിചയപ്പെടുത്തി. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നാഷണൽ പ്രസിഡന്റ് സുനിൽ തൈമറ്റം ഉൾപ്പെടെ നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു. നാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഓഫ് അമേരിക്ക നൈനയുടെ 4ാമത് ക്ലിനിക്കൽ എക്സലൻസ് ആൻഡ് ലീഡർഷിപ്പ് കോൺഫറൻസ് വിപുലമായ പരിപാടികളോടെ നടത്തപ്പെട്ടു. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇലിനോയി INAയുടെ ആതിഥേയത്വത്തിൽ ഷിക്കാഗോയിൽ 2 ദിവസങ്ങളിലായി നടത്തപ്പെട്ട കോൺഫറൻസിൽ അമേരിക്കയുടെ വിവിധ നഗരങ്ങളിൽ നിന്നും നഴ്സുമാർ പങ്കെടുത്തു. ആരോഗ്യരംഗത്തെ സംബന്ധിച്ച വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കി നടത്തപ്പെട്ട സെമിനാറുകളും ക്ലാസുകളും ഈ കോൺഫറൻസിനെ വ്യത്യസ്തമാക്കി. ഗാല നൈറ്റോടെ അവസാനിച്ച ഈ കോൺഫറൻസിൽ നിന്നും അനിൽ മറ്റത്തിക്കുന്നേൽ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. A very warm welcome from both of us, and I'm Dr. Simi Joseph. I'm from Indian Nurse Association of Illinois, and I'm the APRN chair of NINA, as you all know. So what has 2 days been, right? Don't you agree? Was it a good celebration of two days that we are ending with the gala, right? Yes. So we have gathered this evening to celebrate the success of the 4th Clinical Excellence Conference of NINA.
And NINA's mission is to promote professional excellence in nursing practice and healthcare through empowering and renewing and professional and cultural identity of all nurses of Indian origin. It is my pleasure and honor to welcome Ms. Rani Kapan for the welcome speech. Simon Sinek said, "There are many ways to motivate people to do things, but loyalty comes from the ability to inspire people." The loyal leaders of NINA have inspired all of us. Wasn't that a great conference? So welcome to the gala night of NINA's 4th Clinical and Leadership Conference. As a chapter convener and the hosting chapter president, it's my honor to welcome each and everyone to this celebration of this conference. Let me welcome our chief guest, the State Representative Kevin Olikal, to this gala night. So our chief guest, Illinois State Representative Kevin Olikal. Following him, NINA President Suja Thomas. Next, we would like to have our conference chapter convener and president of INAI, Rani Kapan. Following her, I would like to welcome Secretary and Conference Convener Uma Maheshwari and... I want to thank you all for your service and everything that you do on the front lines of our healthcare system. And again, I will remind you that all of your work is what motivates me every single day to serve in the Illinois legislature to ensure that we are protecting our nurses, our healthcare, all the people on the front line of our healthcare system. Tonight, we gather here not only to celebrate the excellence in nursing and leadership, but also to revel the rich tapestry of our diverse culture. The gala night is a testament to the incredible talent and dedication that defines nursing community within NINA. NINA National President Suja Thomasന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും റാണി കാപ്പന്റെ നേതൃത്വത്തിലുള്ള INAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമാണ് 2 ദിവസം നീണ്ടുനിന്ന കോൺഫറൻസിന് നേതൃത്വം നൽകിയത്. ആരോഗ്യരംഗത്തെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. പ്രൗഢഗംഭീരമായ ഘോഷയാത്രയോടെ ആരംഭിച്ച ഗാല നൈറ്റിൽ ഇലിനോയ് അസംബ്ലിയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയായ കെവിൻ ഓലിക്കൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഡെയ്സി അവാർഡ് വിന്നർ അക്കാമ കല്ലേലിനെയും ഡെയ്സി ഹെൽത്ത് ഇക്വിറ്റി അവാർഡ് വിന്നേഴ്സായ അരിസോണ ചാപ്റ്ററിനെയും ആദരിച്ചതിനോടൊപ്പം വിവിധ ചാപ്റ്ററുകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. INAI and my chapter, Indian American Nursing Association of Greater Houston, all the members. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ഞങ്ങളുടെ നൈനയുടെ ക്ലിനിക്കൽ എക്സലൻസ് ആൻഡ് നാഷണൽ ലീഡർഷിപ്പ് കോൺഫറൻസ് നടക്കുകയായിരുന്നു. അത് വളരെ ഭംഗിയായി പൂർത്തിയായി. Everyone had a wonderful time. More than 200 plus participants attended this conference from all over the United States. നാഷണൽ കൺവീനറും സെക്രട്ടറിയുമായ ശ്രീമതി ഉമ വേണുഗോപാൽ. Hello. I'm really happy and excited to be here in front of you all to be part of this conference and to be able to be the national convener for this conference. This is almost preparing for for our family wedding and hosting an event for 200 plus people. It's not easy
but definitely a challenge, but I enjoyed the challenge, and I think this was a huge success with everyone living with the best smiles they can. We were able to really engage our nurses, educate our nurses, and empower them with the value to be the change agent for the future. Thank you. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് ദേവാലയമായ ഹ്യൂസ്റ്റൺ സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീരമായ തുടക്കം. ഫോർട്ട് ബെൻ കൗണ്ടി ജഡ്ജ് KP ജോർജ്, സ്റ്റാഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ കിക്ക് ഓഫിൽ നിന്നും ജോർജ് തെക്കേമല പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഏതാണ്ട് 3.5 ദശകക്കാലം ഈ ഇടവകയെ നെഞ്ചിലേറ്റി താലോലിച്ച് ഇത്രമാത്രം പരിപുഷ്ടിപ്പെടുത്തതിൻ്റെ പിന്നിൽ അച്ഛൻ്റെ പ്രാർത്ഥനയും ത്യാഗവും അത് വാക്കുകൾക്ക് അതീതമാണ്. നിങ്ങളെല്ലാവരുടെയും പേരിൽ വന്നിയ കോർപ്പിസ്കോപ്പ അച്ഛനെ ആദരവോടെ വെൽക്കം ചെയ്യുന്നു. മലയാളി എവിടെയുണ്ടോ അവിടെ കയ്യെത്തും ദൂരത്ത് സാന്നിധ്യം അറിയിക്കുന്ന, അത് മലയാളികളുടെ വേദനയിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും സാന്നിധ്യം അറിയിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് KP ജോർജ്. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഈ യോഗത്തിൽ വരാൻ മനസ്സ് കാണിച്ചതിൽ ഇതിൻ്റെ പ്രാരംഭ ഉദ്ഘാടന മീറ്റിങ്ങിൽ കടന്നു വരുവാൻ തക്കോണം മനസ്സ് കാണിച്ച് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. നമുക്കൊരു മേയർ അന്യമായിരുന്നുവെങ്കിൽ ഇപ്പോഴൊരു മേയർ ഈ ഇടവകയുടെ സ്വന്തമായത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൽ കൂടിയാണെന്ന് വിശ്വസിക്കുന്നു. അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആധികാരികതയോടെ ഈ ഇടവകയുടെ എല്ലാ വളർച്ചയ്ക്കും ഇനിയിപ്പോൾ പിന്നെ സിറ്റിയുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട കെൻ മാത്യു അങ്കിളിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ദീർഘകാലം ഇടവക വികാരിയായിരുന്ന വർഗീസ് ആരുപ്പാല കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ച വിശുദ്ധ കുർബാനയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. Celebration to commemorate the 50th years this church has faithfully served Jesus Christ. As a church, under the leadership of the St. Thomas Mission and our other spiritual organization, we have several different ministries already in take place, serve the community. സ്നേഹത്തിൻ്റെയും യോജിപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടെടുത്ത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് പറഞ്ഞാൽ ആരോടും വഴക്കില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, എല്ലാവരെയും സഹായിക്കുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ പ്രതീക്ഷിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായിട്ടുള്ള ഒരു വർഷമായിട്ട് വാസ്തവത്തിൽ ഈ 50ാമത്തെ ഈ ഇടവകയുടെ വർഷം നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ ഒരു കാഴ്ചപ്പാടിൽ ഈ ഗോൾഡൻ ജൂബിലി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ PM ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. Golden Jubilee, which is an amazing landmark, and where Achan started it, now it is taken over by others and the church leaders, and I just wanted to say very proud of you, very, very proud of you. When your intention is good, and that can get really big. To helping the poorest of the poor, whatever we can do to help them, and it is a very great idea, and collect as much as possible to inaugurate. I would say I will give my contribution right now. ജൂബിലി കൺവീനർ മനോജ് മാത്യു, സെക്രട്ടറി തോമസ് ഐബ്സ്, ട്രസ്റ്റി മാത്യു ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. We're mindful of remembering Reverend Father Kosipi Jonathan, who helped celebrate the first Kurbana. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെയൊക്കെയും വന്ധ്യകാതോലിക്ക ആമോദമായി വാഴ്ക നീളാ. മാർത്തോമാ
സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെയൊക്കെയും വന്ധ്യ കാതോലിക്ക ആമോദമായി വാഴ്ക വീണ. US Weekly Roundup powered by PSG Group of Companies-ന് ഇനിയൊരിടവേള. Crufay's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Crufay's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Crufay's Law Firm Limited. www.crufayslaw.com. ഇനി US Weekly Roundup powered by PSG Group of Companies-ൽ അമേരിക്കൻ കാഴ്ചകൾ. അമേരിക്കൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. തിന്മയുടെ മേൽ നന്മയെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്ന ഉത്സവമായ നവരാത്രി ആഗതമായി. നോർത്ത് ഇന്ത്യയിൽ കെങ്കേമമായി ആഘോഷിക്കുന്ന ഈ ഉത്സവം അമേരിക്കയിലും ഏറെ ബൃഹത്തായി ആഘോഷിക്കപ്പെടുന്നു. നവരാത്രി ഉത്സവത്തിന്റെ സോൾ എന്ന് പറയപ്പെടുന്ന ഗർഭ ഡാൻസ് ആൻഡ് സെലിബ്രേഷൻസ് ആണ് ഈ ആഴ്ചത്തെ അമേരിക്കൻ കാഴ്ചകൾ. ഗർഭ പണ്ട് ട്രഡീഷണലി ഗർഭദീപ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിളക്കിനുള്ളിൽ ഒരു മൺപാത്രത്തിന് ചുറ്റുമായിരുന്നു നടത്തപ്പെട്ടിരുന്നത്. ഈ പ്രതിനിധാനം പ്രതീകാത്മകമാണ്. വിളക്ക് ജീവിതത്തെ പ്രതീകപ്പെടുത്തുന്നു, കലം ശരീരത്തെ പ്രതീകപ്പെടുത്തുന്നു, ശരീരത്തിൽ കുടികൊള്ളുന്ന ദൈവികതയും. മിനസോട്ടയിലെ കെനഡി ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ഗർഭ പ്രോഗ്രാമിൻ്റെ ഇവന്റ് സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മറ്റേതൊരു നോർത്ത് ഇന്ത്യൻ സെലിബ്രേഷൻ പോലെ തന്നെ ഗർഭ US-ലെല്ലായിടത്തും വളരെ ആഘോഷവും ആർഭാടത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രേഷനാണ്. മലയാളികളായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സാണ് ഇവിടെ ഉള്ളത് മിനസോട്ടയിൽ നിന്നും. സോ ഗർഭയ്ക്ക് എല്ലാ വർഷവും വരാറുണ്ടോ? ഞാൻ വരാറുണ്ട്, മിക്കവാറും എല്ലാ വർഷവും തന്നെ വരാറുണ്ട്. മക്കളെയും കൊണ്ടുവരാറുണ്ട്. ഇത് അവർക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഡാൻസസൊക്കെ ആയിട്ട് ഫെമിലിയർ ആകാനായിട്ട്. പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒരു ഗെറ്റ് ടുഗദർ. അതുകൊണ്ട് മിക്കവാറും എല്ലാ വർഷവും തന്നെ വരാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ലൈവ് മ്യൂസിക് ആയിരുന്നു. ഇപ്പം ഡാൻഡിയയ്ക്ക് വരുന്നത് വാട്ട് ഈസ് ദ പർപ്പസ്? വൈ ഡു യു ഓൾവേസ് കം? ആക്ച്വലി ഞാൻ ബോംബെയിൽ നിന്നാണ്. സോ ദിസ് ഇസ് എൻ ഈവെൻറ്റ് ലൈക്ക് ഇറ്റ് ടേക്സ് മീ ബാക്ക് ടു മൈ ഹോം. സോ എനിക്ക് ഈ ഇവൻറ്റിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പണ്ട് ബിൽഡിങ്ങിൻ്റെ താഴെ കുറേ പേര് കൂടി പല ആൾക്കാർ ഈ ഡാൻഡിയ കളിക്കുന്നതാണ് എനിക്ക്
ഓർമ്മ വരുന്നത്. So I make sure that every year if I get a chance I come and play Garba here. Okay, അപ്പോൾ ടേക്സ് യു ബാക്ക് ടു യുവർ ചൈൽഡ്ഹുഡ് മെമ്മറീസ് അല്ലേ? അമേരിക്കയിലാണെങ്കിലും നാട്ടിലുള്ള ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിന് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗർബ മലയാളിയാണോ നോൺ മലയാളിയാണോ എന്നുള്ളതിന് പ്രാധാന്യമില്ലാതെ ഇന്ത്യക്കാരെല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. ഗർഭ നൃത്തം എപ്പോഴും വൃത്താകൃതിയിലാണ്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ വൃത്തം ജീവിതത്തിൻ്റെ വൃത്തത്തെ പ്രതീകപ്പെടുത്തുന്നു. ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് പിന്നീട് പുനർജന്മത്തിലേക്ക് നീങ്ങുന്ന ദൈവമാതാവിനെ മാത്രം അചഞ്ചലവും മാറ്റമില്ലാതെയും അജേയനുമാകുന്നു. നവരാത്രി സെലിബ്രേഷൻസിന് പോകുമ്പോഴുള്ള മറ്റൊരാകർഷണം ഇവിടുത്തെ ഭക്ഷണം തന്നെയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ നവരാത്രി സെലിബ്രേഷൻസ്. ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നിരവധി കാഴ്ചകളും മറ്റൊരു ഡെസ്റ്റിനേഷൻ വിശേഷവുമായി വീണ്ടും കാണാം അടുത്ത ആഴ്ച. Until then, this is Asha signing off. US Weekly Roundup powered by PSG Group of Companies ന് മറ്റൊരു ഇടവേള കൂടി. Please stay with us. Citywide Mortgage of America Corp. Mortgage experts serving Illinois, Florida, and California. Committed to provide high-quality home loans, lowest mortgage rates in the market. Specialized services for first-time home buyers. Conventional, FHA, VA loans, and jumbo loans. Refinance and cash-out refinance. Home loan experts dedicated to making sure your home purchase or refinance experience is top-notch. We deliver what we promise. Visit www.citywidema.com.
ഇനി US Weekly Roundup powered by PSG Group of Companies Life and Health. Hello everyone, my name is Dr. Vadakara and welcome to Life and Health. In today's segment, we are going to discuss about the difference between hospice care and palliative care. To discuss this topic, we have Dr. Kuljit Kapoor. She is the Medical Director and the Chief Developing Officer at Chestnut Health. She is also the Medical Director at MedSpa and also one of the board member of the Artificial Intelligence powered by intubation device and call-in device. It is my pleasure to welcome Dr. Kuljit Kapoor onto today's Life and Health segment. Doctor, welcome. Thank you very much for having me. Doctor, can you briefly explain what's the difference between a palliative care and hospice care? Yes, that's a great question. So palliative care I often refer to as specialized internal medicine, where you become a little bit more focused on the symptom management, the goals, care coordination for the patient, and prognostication. We key in on different items when the patient becomes more ill or has symptom burden. Now, hospice, in contrast, is more specialized than palliative care, bridges off of that sometimes, and is end-of-life care management for the patient. So is this hospice or palliative care, is this only for cancer patients, or is that possible for other patients to be enrolled in it as well? It is very much utilized for other types of serious illness as well, including cardiologic, neurologic, urologic, and so it is often utilized for anybody who becomes terminal with an estimated life expectancy of 6 months or less. Okay, so how do we enroll in this program? So you can enroll with your insurance company, and a doctor has to be able to say that, you know, this patient has an estimated life expectancy of 6 months or less, and often then with another doctor at the hospice company to also agree with that. And then the patient comes on to hospice, and hospice will go where the patient's residence is to take care of them and have very, good multidisciplinary care. So the multidisciplinary care, can you explain more about it? Sure. So there will be not only a doctor leading the medical team, there will be a nurse, there will also be a social worker, there will also be a chaplain. There are sometimes different types of distress that comes up in this very difficult time of life. And so we have all the resources available. So does that help for the family? Because family most often get burned out too. Is there anything that they can help the family as well in this care? Yes, it is very much centered. Hospice is very much centered on the family as well as the patient. And there's different tiers of support that are provided based on the symptom burden. And of course, sometimes the social worker will help set up that extra private duty care that is also required. Now, coverage is going to differ insurance to insurance. However, it is a very good service that should be taken advantage of ahead of time. So can these multidisciplinary team members, do they come to your house, or is it only in the hospitals they give this care? So it is usually in the house. That's called routine care. And then there's other types of care. However, they can be done in the nursing home. It can be done in a hospital if the patient is on an inpatient level of hospice care. Then you contract with the hospital or nursing home, depending on the severity and how the patient's been doing and the preference really of the family. Thank you, Doctor, for answering all the questions today. I hope it was very informative and useful for all our viewers. And thank you so much, Doctor, for joining us with today. Thank you. US Weekly Roundup powered by PSG Group of Companies ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി Asianet US Weekly Roundup എന്ന ഫേസ്ബുക്ക് പേജിലൂടെയോ asianetusnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.